ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ളോഗാണ് കേട്ടോ, ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ എല്ലാ ഗ്യാങ്ങിലും ഉള്ളൊരു പരിപാടിയാണ് ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യൽ. അങ്ങനെ ഞാനും എൻ്റെ ഗ്യാങ്ങും പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഞങ്ങൾ ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ട സ്ഥലമാണ് ഗവി ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്നുള്ള മൈൻഡിൽ രണ്ടും കൽപ്പിച്ച് തലേ ദിവസം പ്ലാനിങ് ഒന്നും വലിയ പ്ലാനിങ് ഇല്ല. നാളെ വർക്കുണ്ടോ ഇല്ല, എന്നാൽ നാളെ ട്രിപ്പ് പോവാം, ആ ഒരു മൈൻഡിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചാടി ഇറങ്ങിയതാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും പാക്കിംഗ് ഒന്നുമില്ല, ചെറിയ രീതിയിലേ പാക്ക് ചെയ്തിട്ടുള്ളൂ. 2-3 ഡ്രസ്സ്, നമുക്ക് വേണ്ടുന്ന കുറച്ച് സ്കിൻ കെയർ ഗാഡ്ജറ്റ്സ്, ID പ്രൂഫുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാഷ് ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 4:15 ആയപ്പോഴത്തേക്ക് ഫ്രണ്ട് അവിടെ നിന്ന് ഊബർ കണക്ട് ചെയ്ത് വന്നു. ഞങ്ങൾ നേരെ പോണത് നമ്മുടെ KSRTC സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ. സൗത്ത് KSRTC സ്റ്റാൻഡിലാണ്. അവിടെ നിന്നും കിട്ടും, വൈറ്റിലയിൽ നിന്നും ബസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അവിടെ നിന്ന് പോയാൽ മതി. ഞങ്ങൾ നേരെ KSRTC ചെന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി. 5 മണിക്കൊരു ബസ്സുണ്ട് കേട്ടോ, മൂന്നാർ കോവിലൂർ ബസ് ഉണ്ടായിരുന്നു. അതിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ചായ കുടിക്കണമെന്നൊരു മോഹം വന്ന് അങ്ങനെ ചായയും എടുത്തിട്ട് കയറിയതാണ് സാഹസികത കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചായ അതേ താഴെ കിടപ്പുണ്ട്, അവൻ്റെ ചായ ഇപ്പോൾ വീടിപ്പോഴും എന്നുള്ള മൈൻഡ് ഇരിക്കണുണ്ട്. പക്ഷേ കുഴപ്പമില്ലാണ്ട് അവിടെ എത്തിച്ച്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പാലമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം എത്താറാവണുണ്ട്. നമുക്കൊരു നൊസ്റ്റാൾജിയ വരില്ലേ, അങ്ങനെ ഒരു സംഭവങ്ങൾ വരാൻ തുടങ്ങി. പിന്നെന്താ, പഴയ ആ ഒരു നമ്മൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറൊക്കെ, നമ്മൾ അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ വന്നു. പിന്നെ ഒരുപാട് നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ പോണതിൻ്റെ ഒരു സുഖം വേറെയാണ് കേട്ടോ. പ്ലാനിങ്ങിന് സക്സസ് ആയി കഴിയുമ്പോഴുള്ളൊരു സന്തോഷം വേറെയാണ്. ഞങ്ങളൊരു 9:30 ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴായിട്ട് മൂന്നാറെത്തി. നമ്മളൊരു ചെറിയൊരു സ്റ്റേ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 800 രൂപ ആയിട്ടുള്ളൂ റൂമിന്, അതെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അന്നപൂർണ്ണയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ നടന്നിട്ട്, ചെറിയ രീതിയിൽ നടന്നിട്ട് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്ത് നമുക്ക് നേരെ ഡാം കാണാൻ പോവാം, കുറച്ച് കാഴ്ചകൾ കാണാൻ പോകാമെന്ന് വെച്ചിട്ട് നേരെ ജീപ്പിൽ കയറി പോണത് മാട്ടുപ്പെട്ടി ഡാമിലോട്ടാണ് കേട്ടോ. അവിടെ എന്താ പറയുക, നല്ല വ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങും എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒക്കോ ഇല്ലേന്ന് നോക്കണം. പിന്നെ അതുപോലെ സ്ഥലങ്ങളും കാണണം, അത്രേ ഉള്ളൂ മൈൻഡിൽ. ഞാൻ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിനെയുമായിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഫ്രണ്ടും അങ്ങനെ ആ ഒരു പ്ലേസ് അത്ര അങ്ങാട് കണ്ടിട്ടില്ല. വട്ടവട ആ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലും പോയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിനും സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കാഴ്ചയൊക്കെ കണ്ട്. ഈ സ്ഥലത്തെ ഏറ്റവും ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ ഒരു തേയിലത്തോട്ടമാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇടയിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം, അട്ടകടി കൊള്ളണം, അങ്ങനെ കുറേ മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോണത്. പോയ യാത്രകളെല്ലാം അടിപൊളിയായിരുന്നു. കാരണം നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കംഫർട്ടബിളായിട്ട് ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന ആൾക്കാരുമായിട്ട് പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കപ്പോൾ ബോറടിക്കില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങളുടെ കൂടെ വരും. എന്തെങ്കിലും ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റലി ആണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ടും ചെയ്യും. പിന്നെന്താ, ആ ഒരു നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് വരിക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരിക്കും അവർക്ക്. അപ്പം അങ്ങനെയുള്ളവരായിട്ട് പോകണമായിരിക്കും ട്രിപ്പ് പോകണതിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞങ്ങൾ നേരെ മാട്ടുപ്പെട്ടി ഡാമിൽ ചെന്ന് അവിടെ കുറേ വ്യൂസൊക്കെ കണ്ട്. പിന്നെ 2 കുതിര ഉണ്ടായിട്ടോ, ഒരെണ്ണം ഇതും പിന്നെ വെള്ള കുതിര ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ ഞങ്ങളവിടെ ഷോപ്പുകൾ കണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് കാണെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്ത്. നല്ല രസമുണ്ട്. അവർ എന്താ പറയുക, തന്നെത്താനെ ഉണ്ടാക്കിക്കണായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഈ സൈക്കിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ കയറി ഒന്ന് നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഫോട്ടോച്ചിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആ പ്ലേസുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും കാണിക്കുമല്ലോ. അപ്പം അതിനിട്ട് നോക്കിയിട്ട് കയറിയതാണ്. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കയറിയതാണ് കേട്ടോ. അങ്ങനെ കയറി. പിന്നെ കുറേ നല്ല അടിപൊളി ബാംഗിൾസൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ബാംഗിൾസൊക്കെ ഉണ്ടായിരുന്നു, വുഡിൻ്റെത്. പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ നടന്നു, ബോട്ടിങ്ങിൻ്റെ സർവീസ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളി വ്യൂസൊക്കെ കണ്ടിട്ടാ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.